കഥയാരംഭിക്കുന്നത് ഒരു ബ്രസീലിയൻ ഐലൻഡിൽ നിന്നുമാണ്. കടലിനാൽ ചുറ്റപ്പെട്ട് അതിമനോഹരമായ ഒരു ദ്വീപ്. അവിടെ ആയിരുന്നു ഏറെ സന്തോഷത്തോടെ മിഗൽ എന്ന പയ്യൻ ജീവിച്ചിരുന്നത്. മിഗൽ എന്നങ്ങനെ സന്തോഷത്തോടെ നടന്നു പോയിക്കൊണ്ടിരിക്കെ കലിസ്റ്റ എന്ന പെൺകുട്ടി മിഗലിനെ വിളിച്ചു. ചുറുചുറുക്കോടെ അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കലിസ്റ്റ മിഗലിന്റെ അടുത്ത കൂട്ടുകാരിയാണ്. മാത്രമല്ല ഇരുവരും തമ്മിൽ ചെറിയൊരു പ്രണയതാൽപര്യവുമുണ്ട്. അടുത്ത ദിവസം മിഗലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. കലിസ്റ്റ മിഗലിനായി നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി അങ്ങോട്ടേക്ക് വന്ന അവന്റെ കയ്യിലേക്ക് അവൾ അത് വെച്ചുകൊടുക്കുകയും ചെയ്തു. ഗിഫ്റ്റ് കിട്ടിയ പാടെ മിഗൽ സന്തോഷത്തിൽ അത് തുറക്കാൻ ശ്രമിച്ചു. കലിസ്റ്റ പക്ഷെ അവനെ തടഞ്ഞു. എടാ, നാളെയല്ലേ നിന്റെ ബർത്ത്ഡേ, ഇത് നാളെ തുറന്നു നോക്കിയാ മതി. അവളത് തടഞ്ഞപ്പോ മിഗൽ സന്തോഷത്തോടെ അത് അംഗീകരിച്ചു. കലിസ്റ്റയുടെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഏറെ തുള്ളിച്ചാടിയായിരുന്നു അവനെന്ന് വീട്ടിലേക്ക് പോയത്. കഥ അവിടെ നിന്നും മിഗലിന്റെ അച്ഛനായ ജോവാവോ പെരേര ഡിസൂസയിലേക്ക് തിരിയുന്നു. ജോ എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. മിഗലിന്റെ അച്ഛൻ ജോ ഒരു മുക്കുവനായിരുന്നു. പതിവ് പോലെ ജോലിക്ക് പോയ അദ്ദേഹം മീനൊക്കെ പിടിച്ച് തിരികെ എത്തി. ജോയ്ക്കൊപ്പം എപ്പോഴും ജോയുടെ ഉറ്റ സുഹൃത്ത് ഓസ്കാർ ഉണ്ടാകും. ഇരുവരും ഒന്നിച്ചാണ് മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. ഈ ഓസ്കാർ ആരെന്നല്ലേ? കലിസ്റ്റയുടെ അച്ഛനാണ്. മിഗലിന്റെ ലോകം തന്നെ അവന്റെ അച്ഛനും അമ്മയുമായിരുന്നു. അച്ഛനൊപ്പം അവനെന്ന് വീട്ടിലേക്ക് എത്തി. ഒരേ ഒരു മകനായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും മിഗേലിനോടും വലിയ ഇഷ്ടമായിരുന്നു. മിഗേലിന്റെ അമ്മ വളരെ ഗംഭീരമായി പലഹാരങ്ങൾ ഉണ്ടാക്കും. അത് നാടൊട്ടുക്കും ഫേമസ് ആണ്. അന്ന് കലിസ്റ്റ കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് മിഗേൽ കൊണ്ടുവന്ന് തന്റെ കട്ടിലിനടിയിൽ സുരക്ഷിതമായ ഒരു ബോക്സിനുള്ളിൽ വെച്ചു. മിഗേലിന് പണ്ട് തൊട്ടേ അച്ഛനൊപ്പം ബോട്ടിൽ കടലിൽ പോകണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ അച്ഛനാകട്ടെ എപ്പോഴും നീ ആദ്യം വളർന്ന് വലിയ പയ്യനാകട്ടെ എന്നിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുകയായിരുന്നു ചെയ്തത്. അന്നും പതിവ് പോലെ മിഗേൽ അച്ഛനോട്, അച്ഛാ, എത്ര നാളായി ഞാൻ ചോദിക്കുന്നു, എന്നെ കടലിൽ കൊണ്ടുപോകാമോ എന്ന് വീണ്ടും ചോദിച്ചു. അത്തവണയും പതിവ് മറുപടിയായിരുന്നു ജോ പറഞ്ഞത്. പക്ഷെ മിഗ്വൽ, നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്റെ ഈ ഒരു ആഗ്രഹം അച്ഛന് സാധിച്ചു തന്നുകൂടെ എന്ന തരത്തിലൊക്കെ മിഗ്വൽ ചോദിച്ചതും മനസ്സില്ലാ മനസ്സോടെ മകന്റെ ആഗ്രഹമല്ലേ എന്ന് ചിന്തിച്ച് ജോ അതിന് സമ്മതിച്ചു. മിഗ്വലും വലിയ സന്തോഷത്തിലായി. പിറ്റേന്ന് പുലർച്ചെ കടലിൽ പോവാൻ മിഗൽ തയ്യാറായി വന്നു. പക്ഷെ പുറത്താകട്ടെ വലിയ മഴക്കോള് തന്നെ രൂപപ്പെടുന്നുണ്ടായിരുന്നു. ആകാശം പൂർണ്ണമായും ഇരുണ്ടു കൂടിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കനത്ത മഴ പെയ്യാം, കനത്ത കാറ്റും സംഭവിക്കാം. ജോ മകനോട്, മോനെ, കാലാവസ്ഥ അത്ര ശരിയല്ലല്ലോ, പിന്നെ പോയാ പോരെ എന്ന് ചോദിച്ചു. പക്ഷെ മിഗ്വൽ ഒരു ചെറിയ വാശിക്കാരൻ കൂടിയാണ്. അച്ഛൻ പറഞ്ഞതല്ലേ കൊണ്ടുപോവാന്ന്, എന്നിട്ടെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്ന മട്ടിലൊക്കെ അവൻ അച്ഛനോട് പറഞ്ഞു. ഒടുവിൽ മിഗ്വൽ വാശി പിടിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ ജോ അവനെയും കൂട്ടി ബോട്ടിൽ കയറുകയാണ്. ബോട്ടിൽ അവർ യാത്ര തുടങ്ങി. മിഗ്വൽ വലിയ ആവേശഭരിതനായി. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ കടലിനകത്തേക്ക് ബോട്ട് തുഴഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരുന്നു. പക്ഷെ കുറച്ചു പിന്നിട്ടതും കാറ്റിന്റെ വേഗം കൂടുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അത്ര പന്തിയല്ല എന്ന് കണ്ടതും തിരികെ പോകാം എന്ന് ജോ മിഗലിനോട് പറഞ്ഞു. പക്ഷെ മിഗൽ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്നത് സംഭവിച്ചു. വലിയൊരു തിരമാല വന്ന് ജോയുടെ ബോട്ടിനെ അപ്പാടെ മറച്ചു കളഞ്ഞു. ആ കടലാക്രമണത്തിൽ ഒരു തരത്തിൽ ജോ രക്ഷപ്പെട്ടെങ്കിലും അന്ന് മിഗലിനെ രക്ഷപ്പെടുത്താൻ ജോയ്ക്ക് സാധിച്ചിരുന്നില്ല. മിഗൽ എന്നേക്കുമായി ഈ ലോകം തന്നെ വിട്ടുപോയി. കഥ അവിടെ നിന്നും 30 കൊല്ലത്തിനപ്പുറത്തേക്ക് പോകുന്നു. ഏറെ സ്നേഹത്തിൽ വളർത്തിയ ഒറ്റ മകൻ. അങ്ങനെയുള്ള മകൻ മരണപ്പെട്ടാൽ ഏതൊരച്ഛനാണ് സഹിക്കാൻ സാധിക്കുക? മകന്റെ മരണശേഷം ജോ വല്ലാതെ മാറിപ്പോയിരുന്നു. ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് പോലും അകന്നു. ടൗണിലേക്കൊന്നും ഒട്ടും പോവാതായി. ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു. ജീവിക്കാൻ വേണ്ടി കടലിൽ മീൻ പിടിക്കാൻ മാത്രം പോവും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബോട്ട് ക്ലീൻ ചെയ്തിരിക്കെ കടലിലൂടെ എന്തോ ഒഴുകി വരുന്ന പോലെ ജോയ്ക്ക് തോന്നുകയാണ്. ജോ വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അത് പരിക്കേറ്റ ഒരു പെൻഗ്വിനായിരുന്നു. ശരീരം മുഴുവൻ ഓയിലായി നീന്താൻ പോലും കഴിയാതെ രോഗാവസ്ഥ നേരിട്ട ഒരു പെൻഗ്വിൻ. ആ പെൻഗ്വിനെ രക്ഷപ്പെടുത്തിയ അദ്ദേഹം പെൻഗ്വിനുമായി നേരെ വീട്ടിലേക്ക് പോന്നു. അതിന്റെ ശരീരത്തിലെ ഓയിലൊക്കെ കഴുകി അതിന് കഴിക്കാൻ മീൻ കൊടുത്തു. പെൻഗ്വിൻ അപ്പോഴും അവശതയിലായിരുന്നു. ജോ പെൻഗ്വിനെ പരിപാലിച്ചിരിക്കെ ആ പെൻഗ്വിൻ എങ്ങനെ അവിടെത്തി എന്ന കഥ ഫ്ലാഷ് ബാക്കിലൂടെ നമ്മൾ അറിയുകയാണ്. ആ പെൻഗ്വിൻ ജീവിച്ചിരുന്നത് അർജന്റീനയിലെ ഒരിടത്തായിരുന്നു. തന്റെ കൂട്ടത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പെൻഗ്വിൻ കൂട്ടമായി തന്നെയായിരിക്കും അവ ഇരതേടാൻ പോവുക. ഒരിക്കൽ അതുപോലെ കൂട്ടമായി ആ പെൻഗ്വിനും ഇരതേടാൻ ഇറങ്ങിയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി. തിരികെ പോവാനുള്ള ശ്രമത്തിനിടയിലാകട്ടെ കടലിൽ തങ്ങിക്കിടന്ന ഓയിലിൽ ചെന്ന് പെടുകയും ഓയിലൊക്കെ ദേഹത്തിലായി നീന്താനാവാതെ കഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഒടുവിൽ ഒഴുകി ആ തീരത്തെത്തുകയായിരുന്നു. ജോ വീട്ടിലെത്തി വീണ്ടും പെൻഗ്വിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് ജോയുടെ ഭാര്യയാകട്ടെ തെരുവിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു. ജോ ഫ്രൂട്ട്സ് വാങ്ങിയത് മിഗലിന്റെ കൂട്ടുകാരിയായിരുന്ന കലിസ്റ്റയുടെ കടയിൽ നിന്നുമാണ്. കലിസ്റ്റ ഇപ്പോ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കലിസ്റ്റയ്ക്കിപ്പോൾ സുന്ദരിയായ ഒരു മകളുമുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് അവർ നേരെ തിരികെ വീട്ടിലെത്തി.
വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോ വീട് മുഴുവൻ ഓയിലിന്റെ അംശങ്ങൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഇതെന്താ പറ്റിയത് എന്ന മട്ടിൽ അവർ നോക്കിക്കൊണ്ടിരുന്നു. ജോയോടും കാര്യം തിരക്കി. പെട്ടെന്നാണ് ബാത്റൂമിൽ നിന്ന് എന്തൊരു ശബ്ദം അവർ കേൾക്കുന്നത്. ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. എന്താ സൗണ്ട് എന്ന് നോക്കാൻ വേണ്ടി അവർ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ജോ പക്ഷേ ബാത്റൂമിലേക്ക് അവരെ കയറ്റാതെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ ചെറുതായൊന്ന് തെറ്റിദ്ധരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒടുവിൽ ബാത്റൂം ഡോർ തുറന്നതും അതിനകത്തെ പെങ്കുനെ കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. എന്താ ഇത്? ഈ പെങ്കിനെങ്ങനെ ഇവിടെ വന്നു? അവർ ചോദിച്ചു. ജോ പറഞ്ഞു, കടലില് ഓയിലൊക്കെ ദേഹത്തായി നീന്താൻ പോലും പറ്റാതെ അവശതയെ കിടക്കുമായിരുന്നു. അതിനെ രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുവന്നതാ. അതൊക്കെ ശരി. എന്നുവെച്ച് ഇതിനെ ഇവിടെ തന്നെ നിർത്താൻ പോകുവാണോ? അതിനെയാണെങ്കിൽ കൊണ്ടുവന്ന് ഈ ബാത്റൂമിൽ പൂട്ടി വെച്ചിരിക്കുക. ഇനി ഞാനെങ്ങനെ ബാത്റൂമിൽ പോകുന്നേ? അതിനെടുത്ത് എവിടെയാന്ന് വെച്ചാ കൊണ്ടുവിട്ടോ. രണ്ടുപേരും തമ്മിൽ അതിന്റെ പേരിൽ ചെറിയ വാഗ്വാദം തുടങ്ങി. വാഗ്വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ നിന്ന് വീണ്ടും ശബ്ദം കേട്ടത്. ഇരുവരും ഓടി വന്ന് നോക്കുമ്പോ പെൻഗ്വിൻ ബാത്റൂമിലെ ടോയ്ലറ്റ് പേപ്പറൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. ജോയുടെ ഭാര്യയ്ക്ക് നല്ല കലി വരുന്നുണ്ട്. പക്ഷേ ജോ പറഞ്ഞു, ഓയിലൊക്കെ ദേഹത്തായി. ഇവന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിട്ടിരിക്കുക. കുറച്ചുനാൾ കൂടെ നിർത്തി പരിപാലിച്ച് അവനെ നോക്കിയായി കഴിയുമ്പോ അവനെ കൊണ്ട് വിട്ടേക്കാം എന്നൊക്കെ ജോ ആവശ്യപ്പെട്ടതും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജോയുടെ ഭാര്യ അതിന് സമ്മതിച്ചു. പിന്നെ ജോയും ഭാര്യയും കൂടി അതിനെ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് അതിന് പറ്റിയൊരു കമ്പിളി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അതിനെ അവിടെ നിർത്തി. പതിയെ പതിയെ ആ പെൻഗ്വിൻ സുഖപ്പെട്ടു വന്നു. ഒടുവിൽ പെൻഗ്വിനെ കടലിൽ തന്നെ കൊണ്ടുവിടാൻ ജോ തീരുമാനിച്ചു. പെൻഗ്വിനെയും എടുത്ത് ജോ തന്റെ ബോട്ടിലേക്ക് എത്തി. ബോട്ടിൽ പെൻഗ്വിനെ വെക്കുമ്പോ അങ്ങോട്ടേക്ക് കലിസ്റ്റയുടെ മകൾ കടന്നു വന്നു. പെൻഗ്വിനെ അങ്ങനെ കണ്ടതും കലിസ്റ്റയുടെ മകൾക്ക് വലിയ കൗതുകം തന്നെ തോന്നി. ഇത് പെൻഗ്വിനാണോ? അതേലോ, പെൻഗ്വിൻ തന്നെയാണല്ലോ. ഞാൻ മുമ്പ് പെൻഗ്വിനെ കണ്ടിട്ടേയില്ല. മുത്തശ്ശ, ഈ പെൻഗ്വിന്റെ പേരെന്താ? കലിസ്റ്റയുടെ മകൾ ജോയോട് ചോദിച്ചു. ഞാനിതിന് പേരൊന്നും വെച്ചിട്ടില്ലല്ലോ മോളെ. നീ തന്നെ ആലോചിച്ചൊരു പേര് പറ. നല്ല പേര് നമുക്ക് വെക്കാം എന്ന് മുത്തച്ഛൻ പറഞ്ഞു. അതോടെ കലിസ്റ്റയുടെ മകൾ ആലോചിച്ച് നമുക്കിതിന് ഡിം ഡിം എന്ന് പേര് വെക്കാം എന്ന് പറയുകയാണ്. ഡിം ഡിം കൊള്ളാലോ, എങ്കിൽ നമുക്കിവനെ ഡിം ഡിം എന്ന് വിളിക്കാം. ജോയും പറഞ്ഞു. മുത്തച്ഛൻ ഇവനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുക? ഇവന്റെ ഫാമിലിയുടെ അടുത്താക്കാൻ പോകുക. ഇനി ഒരു പക്ഷെ ഇവനെ കാണാൻ പറ്റില്ല. മുത്തച്ഛൻ അത് പറഞ്ഞതും കലിസ്റ്റയുടെ മകളുടെ മുഖം അങ്ങ് മാറി. കാര്യം ജോയ്ക്ക് ഡിംഡിമിനെ വിട്ടുപിരിയാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ഡിംഡിം അവന്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് തന്നെ ജോ അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്ക് പോയി. ആ ദ്വീപിൽ ഡിംഡിമിനെയാക്കി തിരികെ വരാൻ ആരംഭിച്ചു. ഡിംഡിമും ജോയുടെ പിന്നാലെ നടന്നു വരുന്നുണ്ടായിരുന്നു. ജോ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നീ എന്തിനാടാ എന്റെ പുറകെ വരുന്നേ? പോയി നിന്റെ ഫാമിലിക്കൊപ്പം സന്തോഷത്തോടെ ഇരിക്കെ. അതും പറഞ്ഞ് ജോ തന്റെ വീട്ടിലേക്ക് പോന്നു. ഡിംഡിം ആവട്ടെ എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ അതേ ദ്വീപിൽ കുറെ നേരം ആകാശം നോക്കിയിരുന്നു. രാത്രി പിന്നിട്ടിട്ടും ഡിംഡിം ആകാശത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് വീടിന്റെ പിന്നിൽ ചെറിയ ശബ്ദം കേട്ട് ജോയുടെ ഭാര്യ പുറകിൽ ചെന്ന് നോക്കി. നോക്കുമ്പോ അതാ ഡിംഡിം അവിടെ വന്ന് നിൽക്കുന്നു. ഡിംഡിമിനെ വീണ്ടും കണ്ടതും ജോയുടെ സന്തോഷം കാണേണ്ടത് തന്നെയായിരുന്നു. എടാ ഡിംഡിം, ഇത് നീ തന്നെയാണോ? ഇടി ഇങ്ങോട്ട് നോക്കിക്കേ, ദേ ഇവൻ എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. ജോ സന്തോഷത്തോടെ പറഞ്ഞു. ഡിംഡിമിനെ ജോ പിന്നെ എങ്ങോട്ടേക്കും വിട്ടില്ല. തന്റെ കൂടെ തന്നെ കൂട്ടി. ഡിംഡിമിന് മീൻ കൊടുക്കുവാൻ കടൽ തീരത്തേക്ക് ആളുകളുടെ അടുത്തേക്ക് ജോ അവനെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന മുക്കുവരായ ജോയെ അറിയാവുന്നവർക്കും ഡിംഡിമിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരൊക്കെയും അവന് മീൻ കൊടുത്തു. ഡിംഡിമിന് സുരക്ഷിതമായി താമസിക്കുവാൻ വീടിനോട് ചേർന്ന് മരക്കട്ടയും നെറ്റുമൊക്കെ വെച്ച് ജോ ചെറിയൊരു കൂട് പോലെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഡിംഡിമും ഏറെ സന്തോഷത്തിലായിരുന്നു. അവൻ ആ കൂടിൽ തങ്ങാൻ തുടങ്ങി. ഡിംഡിമിന് വേറൊരു സ്വഭാവം കൂടിയുണ്ട്. അവൻ ഇഷ്ടപ്പെടുന്ന കണ്ണിൽ കാണുന്നതൊക്കെ കൊത്തിയെടുത്ത് നേരെ കൊണ്ടുവന്ന് തന്റെ കൂട്ടിൽ വെക്കും. അങ്ങനെ ഒരു ദിവസം ഡിംഡിം വീടിനുള്ളിൽ മിഗലിന്റെ റൂമിൽ പോയപ്പോൾ മരണപ്പെടുന്നതിന് മുമ്പ് കലിസ്റ്റയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഗിഫ്റ്റ് മിഗൽ കട്ടിലിനടിയിൽ വെച്ചിരുന്നല്ലോ, അതവൻ കൊത്തിയെടുത്ത് തന്റെ കൂട്ടിൽ കൊണ്ടുവച്ചു. അടുത്ത ദിവസം ജോ ഡിംഡിമിനെ ഭക്ഷണം കഴിക്കാനും ഒക്കെയായി വിളിച്ചു. പക്ഷേ ഡിംഡിമിനെ അവിടെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. ഇവനിതെവിടെ പോയി എന്ന് ചിന്തിച്ച് ജോ കൂട്ടിലും ചെന്ന് നോക്കി. അവിടെയും കാണുന്നില്ല. അപ്പോഴാണ് കടലിലേക്ക് നീളുന്ന തരത്തിൽ ഡിംഡിമിന്റെ കാൽപ്പാടുകൾ ജോ നോക്കിക്കാണുന്നത്. അത് കണ്ടതും ജോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഡിംഡിം തങ്ങളെ വിട്ട് പോയി എന്ന്. കടലിലേക്ക് നോക്കി ഏറെ ദുഃഖത്തോടെ ജോ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറുവശത്ത് ഡിംഡിമാകട്ടെ കടലിലൂടെ കിലോമീറ്ററോളം യാത്ര ചെയ്ത് തന്റെ ഇടത്തേക്ക് തിരികെ എത്തുകയായിരുന്നു. അവിടെയായിരുന്നു കുറച്ച് മറൈൻ ബയോളജിസ്റ്റുകൾ റിസർച്ചിന്റെ ഭാഗമായി പെൻഗ്വിനുകളിൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നത്. പുതുതായി അവിടെ എത്തിയ ഡിംഡിമിനെ കണ്ടതും അവർ ഡിംഡിമിനെ പിടികൂടി. ഡിംഡിമിനെ കൊണ്ടുപോയി അവന്റെ ഹൈറ്റും വെയിറ്റും ആരോഗ്യാവസ്ഥയും ഒക്കെ ചെക്ക് ചെയ്തു. അവന്റെ കയ്യിൽ അവർ തന്നെ ഒരു ടാഗും റിസർച്ചിന്റെ ഭാഗമായി സ്ഥാപിക്കുന്നുണ്ട്. മറ്റ് പെൻഗ്വിനുകളെ പോലെയല്ലാതെ ഡിംഡിം ഉഷാറായി അവരോട് ഇടപഴകുന്നത് കൊണ്ട് തന്നെ ആ റിസർച്ച് സയന്റിസ്റ്റുകൾക്ക് ഡിംഡിമിനെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു. ഡിംഡിമിനെ അവർ ഫാമിലിക്കൊപ്പം തുറന്നുവിട്ടു. തന്റെ കൂട്ടത്തിനൊപ്പം ഡിംഡിം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട്
ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മറുവശത്ത് ജോ ആകട്ടെ വീണ്ടും ദുഃഖത്തിലേക്ക് ആണ്ടുപോവുകയായിരുന്നു. മകൻ മരിച്ച ദുഃഖത്തിൽ നിന്ന് ജോ ഒന്ന് ആശ്വാസത്തിലേക്ക് വന്നത് ഡിംഡിം ജീവിതത്തിലെത്തിയപ്പോഴായിരുന്നു. ഇപ്പോൾ ഡിംഡിമും പെട്ടുപോയിരിക്കുന്നു. ജോ വീണ്ടും കൂടുതൽ ഏകാന്തതയിൽ പെട്ടുപോയി. പലപ്പോഴും ദേഷ്യവും സങ്കടവും വന്നു. നാളുകൾ അങ്ങനെ വീണ്ടും ഒരുപാടങ്ങ് കടന്നുപോയി. ഒരു ദിവസം ജോ വീട്ടിൽ മീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഡിംഡിമിന്റെ കൂടിനുള്ളിൽ ഒരു ശബ്ദം കേട്ടത്. ജോ ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ഡിംഡിം അതിനുള്ളിലിരിക്കുന്നതായിരുന്നു. ഡിംഡിമിനെ വീണ്ടും അവിടെ കണ്ടതും ജോയ്ക്ക് വലിയ സന്തോഷം തന്നെ തോന്നി. ഡിംഡിമിനോടുണ്ടായിരുന്ന ദേഷ്യവും ആ ഒരു നിമിഷത്തിൽ അലിഞ്ഞില്ലാതായി പോയി. ഡിംഡിമിനെ ജോ തന്റെ വീട്ടിലേക്ക് കൂട്ടി. വീണ്ടും ജോയ്ക്കൊപ്പം ഡിംഡിം ജീവിക്കാൻ ആരംഭിച്ചു. അടുത്ത ദിവസം മാർക്കറ്റിൽ ആളുകളൊക്കെ കൂടിയിരുന്ന സമയത്ത് ജോ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ജോയ്ക്കൊപ്പം ഡിംഡിമും ഉണ്ടായിരുന്നു. ഏവരും അതിശയത്തോടെ ജോയെ നോക്കുന്നുണ്ട്. മകന്റെ മരണശേഷം അത്രയും വർഷങ്ങൾക്കിപ്പുറമാണ് ജോ ആ അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങുന്നത്. അതിന്റെ അതിശയം ഏവരുടെയും മുഖത്തുണ്ടായിരുന്നു. ജോയുടെ കൂടെ നടന്നു വരുന്ന ഡിംഡിമും ഏവർക്കും അതിശയമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അവരൊക്കെ ജോയുടെ ചുറ്റും കൂടി ജോയുടെ വീഡിയോ വരെ എടുത്തു. കൂട്ടത്തിൽ ഡിംഡിമിന്റെയും. കൂട്ടത്തിൽ വീഡിയോ എടുത്തിരുന്ന ലേഡി ജോയ്ക്കടുത്ത് ഇത് ജോയുടെ പെറ്റാണോ എന്ന് അന്വേഷിച്ചു. ജോ പറഞ്ഞു, അല്ല, ഇവൻ എന്റെ സുഹൃത്താണ് ഡിംഡിം. ആ മറുപടി പറയുമ്പോ ജോ അത്രമേൽ സന്തോഷിച്ചിരുന്നു. അന്നത്തെ ആ വീഡിയോ വലിയ തോതിൽ വൈറലായി മാറി. വീണ്ടും ഒരുപാട് നാളുകൾ കടന്നുപോയി. വൈറലായ വീഡിയോ മറുവശത്തുള്ള റിസർച്ച് ടീമിന്റെ പക്കലും വന്നെത്തിയിരുന്നു. ആ വീഡിയോ ടീം കണ്ടു. ദേ വീഡിയോ കണ്ടോ, ഒരു ദ്വീപില് ഒരാളും ഒരു പെൻഗ്വിനും എന്ത് സൗഹൃദത്തിലാണെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ അയാൾ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ഡിംഡിമിന്റെ കയ്യിലെ റെട്ടാഗ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് നമ്മളിട്ട് റെട്ടാഗ് പോലുണ്ടല്ലോ എന്ന തരത്തിൽ അവർക്ക് സംശയം തോന്നി. ഉടനെ റിസർച്ച് ടീമിനിടയിൽ ഒരു ചർച്ച തന്നെ വന്നു. ഇത് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഗ്വിനുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമോ? അതിന്റെ കയ്യിലെ കോഡ് അറിയാൻ എന്താ വഴി? ഒടുവിൽ അതിനെ ട്രാക്ക് ചെയ്തപ്പോ അത് ബ്രസീലിലെ ഒരു ദ്വീപിലാണുള്ളത് എന്നവർ മനസ്സിലാക്കി. കൂടുതൽ ഉറപ്പിക്കാനായി അങ്ങോട്ടേക്ക് ഒരാളെ പറഞ്ഞുവിടാൻ അവർ തീരുമാനിക്കുകയാണ്. അതേ ഐലൻഡിന്റെ അടുത്തുള്ള ഒരാളെ അതിനായി അവർ പറഞ്ഞുവിട്ടു. റിസർച്ച് ടീമിലെ അംഗങ്ങളുടെ സുഹൃത്തു കൂടിയായ അദ്ദേഹം ജോയുടെ വീട്ടിലെത്തി. ജോയോട് പെൻഗ്വിനെ പറ്റി സംസാരിച്ചു. പെൻഗ്വിനെ പറ്റി സംസാരിക്കാനാണ് അയാൾ വന്നതെന്ന് കേട്ടതും ജോ ആദ്യമൊന്ന് ഭയക്കുന്നുണ്ട്. തന്നിൽ നിന്ന് തന്റെ ഡിംഡിമിനെ അകറ്റിക്കൊണ്ടുപോകാനാണോ അയാൾ വന്നത് എന്നുവരെ ജോ സംശയിച്ചിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു തനിക്ക് അങ്ങനൊന്നും ഉദ്ദേശമില്ല. ആ പെൻഗ്വിന്റെ കയ്യിൽ ഒരു റെട്ടാഗുണ്ട്, അതിലെ നമ്പർ ഒന്നറിഞ്ഞാൽ മാത്രം മതി. ജോ ആദ്യം അത് പറഞ്ഞു കൊടുക്കാൻ മടിച്ചു നിന്നെങ്കിലും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ആ നമ്പർ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്പർ കിട്ടിയതും അയാൾ പോവുകയും ചെയ്തു. റിസർച്ച് ടീമിന്റെ പക്കലേക്കും അതേ നമ്പർ പാസ് ചെയ്യപ്പെട്ടു. അന്ന് പോകുന്നതിന് മുമ്പ് അയാൾ ജോയോട് തങ്ങൾക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നും ചോദിച്ചിരുന്നു. ജോ സമ്മതിച്ചില്ല. പക്ഷെ അയാൾ പറഞ്ഞു, സാർ, നിങ്ങൾക്കും ഈ പെൻഗ്വിനുമിടയിലുള്ള സൗഹൃദമുണ്ടല്ലോ, അതത്ര ചെറിയ കാര്യമൊന്നുമല്ല, സ്പെഷ്യലാണ്. അതൊക്കെ കേട്ടതും ജോയ്ക്ക് സന്തോഷം തോന്നി. ഇന്റർവ്യൂവിന് ജോ സമ്മതിക്കുകയും ചെയ്തു. മറുവശത്ത് റിസർച്ച് ടീമിന് ടാഗിലെ നമ്പർ കിട്ടിയിരുന്നു. തങ്ങൾ റിസർച്ച് ചെയ്യുന്ന അർജന്റീനയിലുള്ള അതേ പെൻഗ്വിനാണ് 5000 കിലോമീറ്റർ യാത്ര ചെയ്ത് തന്റെ സുഹൃത്തിനെ കാണാൻ ബ്രസീലിയൻ ദ്വീപിൽ എത്തിയിരിക്കുന്നത് എന്നത് അവരെ അത്രമേൽ അതിശയിപ്പിക്കുന്നതായിരുന്നു. വൈകാതെ ജോയുടെ ഇന്റർവ്യൂ എടുക്കുവാൻ തലേ ദിവസം അവിടെ എത്തിയിരുന്ന വ്യക്തി അടുത്ത ദിവസം തന്റെ ടീമുമായി കടന്നു വന്നു. അവർ ഓരോ ചോദ്യങ്ങളിലൂടെ ജോ അവിടെ എങ്ങനെയെത്തി, എങ്ങനെയാണ് ജോയും ഡിംഡിമും തമ്മിലുള്ള സൗഹൃദം ഉടലെടുത്തത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോന്നിനും തന്റെ അനുഭവത്തിൽ നിന്നും ജോ കൃത്യമായി സത്യസന്ധമായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ഡിംഡിമും ജോയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. 5000 കിലോമീറ്ററുകൾ കടലിലൂടെ സഞ്ചരിച്ചാണ് ഓരോ സീസണിലും ഡിംഡിം തന്നെ കാണാൻ എത്തുന്നത് എന്ന അറിവ് ജോയെ അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അന്ന് ഇന്റർവ്യൂ നടക്കുമ്പോ അത് ലൈവിൽ കണ്ട് റിസർച്ച് ടീമും ഏറെ സന്തോഷിക്കുന്നുണ്ട്. അടുത്ത ദിവസം റിസർച്ച് ടീമിന് അവരുടെ ബോസിന്റെ കോൾ എത്തി. നിങ്ങളെല്ലാവരും ആ ഡിംഡിം പെൻഗ്വിനെ പറ്റി അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അതിനെ വെച്ചൊരു റിസർച്ച് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തിരികെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അതിനെ പിടികൂടി യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരണം. ഡിംഡിം സാധാരണ പെൻഗ്വിനുകളെ പോലെയല്ല, അത് മനുഷ്യനോട് അത്രമേൽ ഇടപഴകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ പിടികൂടി പൂട്ടിവെച്ച് കുറച്ചുനാളൊന്ന് റിസർച്ച് ചെയ്തു നോക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ റിസർച്ചിന്റെ കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ട് പറയാം. നിങ്ങൾ എത്രയും വേഗം ഡിംഡിമിനെ പിടികൂടി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കാൻ നോക്കണം. നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ടീമിന് വലിയ പേര് തന്നെ കിട്ടും. ബോസിന്റെ ഉത്തരവ് റിസർച്ച് ടീം അംഗങ്ങളെ കൂടുതൽ കഷ്ടത്തിലാക്കിയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പെൻഗ്വിനുകളെ സംരക്ഷിക്കുക, നിരീക്ഷിക്കുക എന്നതിലുപരി അതിനെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഒരിടത്ത് അടച്ചുവെച്ച് റിസർച്ച് ചെയ്യുന്നതിനോട് അവർക്ക് തീരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം മറുവശത്ത് ഡിംഡിം തന്റെ കൂട്ടത്തിനടുത്തേക്ക് മടങ്ങുന്ന സമയമായി കഴിഞ്ഞിരുന്നു. ഡിംഡിം കൂടുവിട്ട് കടൽ ലക്ഷ്യമാക്കി മുമ്പോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. ജോയും അത് നോക്കിക്കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ജോയ്ക്ക് ദുഃഖം തോന്നിയെങ്കിലും ഡിംഡിം തിരികെ വരും എന്ന് ജോ പ്രതീക്ഷിച്ചു. ഡിംഡിം യാത്ര ചെയ്ത് തന്റെ കൂട്ടുകാർ
സംഘത്തിലേക്കും എത്തി. റിസർച്ച് ടീമിനാണെങ്കിൽ ഡിംഡിമിനെ പിടിച്ചുകൊണ്ടുവരാൻ ഉത്തരവും വന്നിരുന്നു. റിസർച്ച് ടീം ആ ഒരു കാലയളവ് മുഴുവൻ ഡിംഡിമിനെയൊക്കെ നിരീക്ഷിച്ചു. ഒടുവിൽ ആ കോളെത്തിയതും മനസ്സില്ലാ മനസ്സോടെ ഡിംഡിം വന്ന് കുറച്ചു നാളുകളൊക്കെ പിന്നിട്ടതും അവർ ഡിംഡിമിനെ പിടികൂടി ഒരു കൂട്ടിലാക്കി. ഡിംഡിം ജോയെ കാണാൻ പോകുന്ന ആ ഒരു സമയമായിരുന്നു അത്. റിസർച്ചിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ അത് ചെയ്യാൻ ശ്രമിക്കുന്നതും. ഡിംഡിമിനെയും പിടികൂടി അവർ നേരെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടിയിൽ പോവാൻ ആരംഭിച്ചു. യാത്രാമധ്യേ അവർ ഒരു ചെക്ക് പോസ്റ്റിലെത്തി. ചെക്ക് പോസ്റ്റിൽ എൻട്രി എഴുതുവാൻ വേണ്ടി വണ്ടി നിർത്തിയതും യാദൃച്ഛികവശാൽ ഒരു തരത്തിൽ ഡിംഡിമിനെ അടച്ചിരുന്ന കൂട് തുറന്നതും ഡിംഡിം അതിൽ നിന്ന് പുറത്തു ചാടി. ജോയെ കാണാൻ ഡിംഡിം വരേണ്ടുന്ന ദിവസമാണത്. ജോ ഡിംഡിമിനെയും പ്രതീക്ഷിച്ച് രാവിലെ മുതൽ കടൽ തീരത്ത് കാത്തിരിക്കാൻ ആരംഭിച്ചു. ഡിംഡിം വരുന്നത് കാണുവാൻ ജോയ്ക്കൊപ്പം ജോയുടെ അടുത്ത സുഹൃത്തുക്കളും ഭാര്യയും കാർലോസിന്റെ മകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സമയം ഒരുപാട് പിന്നിട്ടിരുന്നു. ഡിംഡിം വരും എന്ന് പ്രതീക്ഷിച്ച സമയമൊക്കെ പിന്നിട്ടിട്ടും ഡിംഡിമിനെ കാണുന്നുണ്ടായിരുന്നില്ല. ഇനി ഡിംഡിം വരാൻ പോകുന്നില്ല എന്ന് കരുതി കാത്തിരുന്നവരിൽ ഓരോരുത്തരായി പിരിഞ്ഞു പോവാൻ ആരംഭിച്ചു. മറുവശത്ത് ഡിംഡിമാകട്ടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു ചാടി ഓടി ഒരു തരത്തിൽ കടൽ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഡിംഡിം എത്തിച്ചേർന്നത് വലിയൊരു മലഞ്ചെരുവിലായിരുന്നു. അവിടെ നിന്ന് താഴേക്കിറങ്ങാൻ പാതയില്ല. ചിലപ്പോൾ താഴേക്ക് പതിച്ച് ഡിംഡിമിന് വലിയ പരിക്ക് തന്നെ പറ്റാം. ദുഃഖകരമായത് തന്നെ സംഭവിച്ചു. ഡിംഡിം താഴേക്ക് തെന്നി വീണു. സാരമായ പരിക്കോടെയായിരുന്നു ഡിംഡിം താഴെ എത്തിയത്. പക്ഷേ ഇതൊന്നും അറിയാതെ ഡിംഡിമിനി വരില്ല എന്ന് ചിന്തിച്ച് ദുഃഖത്തോടെ ജോയും ഭാര്യയും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ താഴെ വീണ് ബോധം മറന്നിട്ടും അതിൽ നിന്നുണർന്നതും ഡിംഡിം രക്തക്കറകളൊക്കെ പതിപ്പിച്ച് തന്റെ ദേഹത്തോടെ കടൽ വെള്ളം ലക്ഷ്യമാക്കി നീങ്ങി. അവശതയിലും കടലിലേക്കിറങ്ങി ജോയെ കാണുവാനായി നീന്താൻ ആരംഭിച്ചു. ഇതേ സമയം മറുവശത്ത് പണ്ട് മിഗലിന് ബർത്ത്ഡേ ഗിഫ്റ്റായി കാലിസ്റ്റ ഒന്ന് കൊടുത്തിരിക്കുമല്ലോ, അത് ജോയുടെ കയ്യിൽ കിട്ടിയിരുന്നു. അത് മിഗൽ എന്ന് പേരെഴുതിയ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. അത് കണ്ടതും തങ്ങളുടെ മകനെയോർത്ത് ജോയും ഭാര്യയും ഏറെ ദുഃഖിക്കുന്നുണ്ട്. മറുവശത്ത് നീന്തിക്കൊണ്ടിരുന്ന ഡിംഡിമാകട്ടെ കടലിൽ നീന്താൻ പറ്റാതെ ഏറെ അവശതയിലായി പോയിരുന്നു. 2 ദിവസം കഴിഞ്ഞും ഡിംഡിമിനെ കാണാതായതോടെ ജോയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങി. കടലിൽ വെച്ച് ഇനി ഡിംഡിമിന് വല്ലതും പറ്റിയിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച ജോ ഡിംഡിമിനെ കടലിൽ ഒന്ന് തിരയാൻ പോകുവാൻ തീരുമാനിച്ചു. ജോ പോയി തന്റെ സുഹൃത്തുക്കളോട് അതിന് സഹായം ചോദിച്ചു. സുഹൃത്തുക്കൾ ആരും തന്നെ ജോയെ കളിയാക്കിയില്ല, കുറ്റപ്പെടുത്തിയില്ല. അവനെ സഹായിക്കാൻ വേണ്ടി ജോയ്ക്കൊപ്പം പുറപ്പെട്ടു. കടലിലെ തീരത്തോട് ചേർന്ന പല ഭാഗത്തും അവർ തിരച്ചിൽ നടത്താൻ തുടങ്ങി. പലയിടത്തും തിരഞ്ഞിട്ടും ഡിംഡിമിനെ കാണുന്നുണ്ടായിരുന്നില്ല. കുറെ നേരം തിരച്ചിൽ തുടർന്നു. ഒടുവിൽ ഡിംഡിമിനെ കിട്ടിയേക്കില്ല എന്ന് കരുതി അവർ തിരികെ പോവാൻ തുടങ്ങിയതും അവശതയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഡിംഡിമിനെ ജോ കാണുകയാണ്. ഒരു നിമിഷം പോലും ജോ ചിന്തിച്ചില്ല. കടലിലേക്ക് എടുത്തു ചാടി ഡിംഡിമിനടുത്തേക്ക് നീന്തിയെത്തി ഡിംഡിമിനെ വാരിയെടുത്ത് ബോട്ടിലേക്ക് തിരികെ നീന്തി വന്നു. അവശതയിലായിരുന്ന ഡിംഡിം അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല. ഡിംഡിം ചത്തുപോയിരിക്കും എന്ന് ചിന്തിച്ച് ജോയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം മകൻ മരിച്ച പോലെ ഡിംഡിമിനെ കയ്യിൽ പിടിച്ച് ജോ പൊട്ടിക്കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഡിംഡിം കണ്ണു തുറക്കുകയാണ്. അവശതയിൽ ഡിംഡിം മയങ്ങിപ്പോയതായിരുന്നു. ഡിംഡിം കണ്ണു തുറന്നതും ഏവരും സന്തോഷിച്ചു. ഡിംഡിമിന് കഴിക്കാൻ അവർ മീൻ കൊടുത്തു. ജോ വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. പണ്ടൊരിക്കൽ ഇതുപോലൊരു അവസ്ഥയിലാണല്ലോ ജോയ്ക്ക് മകനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയത്. ഇന്ന് ഡിംഡിമിനെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചു. അതിന്റെ ഒരു സന്തോഷം അയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഡിംഡിം തിരികെ എത്തിയത് വൈകാതെ അവരേവരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്തു. പരിക്കുകളേറ്റിരുന്ന ഡിംഡിമിനെ ജോ പരിപാലിച്ചു. ഡിംഡിം ഉഷാറായി വന്നു. വീണ്ടും നാളുകൾ കടന്നുപോയി. ഡിംഡിം വീണ്ടും തന്റെ കൂട്ടത്തിനടുത്തേക്ക് പോവേണ്ടുന്ന സമയമായി. പതിവ് പോലെ കടൽ ലക്ഷ്യമാക്കി ഡിംഡിം മുമ്പോട്ടേക്ക് നീങ്ങി. കടലിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ജോയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ജോ അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഡിംഡിം തിരികെ എത്തുമെന്ന പ്രതീക്ഷയോടെ ചെറുപുഞ്ചിരിയോടെ ജോ വിശ്രമം തുടർന്നു. ഏറെ സന്തോഷകരമായ ദൃശ്യങ്ങളോടെ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. അപൂർവ സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ് ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.